സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നാളെ കനത്ത നാണക്കേടും അപമാനകരമായ പരാജയവും ഏറ്റുവാങ്ങി നിങ്ങൾക്ക് ഈ മണ്ണിൽ നിന്ന് ജീവനും കൊണ്ട് ഓടേണ്ടി വരും. പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധമുനമ്പിൽ നിർത്തിക്കൊണ്ട് ഇറാന്റെ ബുഡ്സ് ഫോഴ്സ് മേധാവി ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി ഈ കടുത്ത മുന്നറിയിപ്പ് മുഴക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും തികച്ചും പ്രകോപനപരമായ മറ്റൊരു ചതുരംഗ കളത്തിനാണ് തിരികൊളുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഔദ്യോഗികമായി അവകാശപ്പെട്ടാൽ പോലും തെക്കൻ ലെബനന്റെയും സിറിയയുടെയും മണ്ണിൽ നിന്ന് തങ്ങളുടെ അധിനിവേശ സൈന്യത്തെ ഒരിഞ്ച് പിൻവലിക്കില്ലെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യാന്തര കരാറുകളുടെയും വെടിനിർത്തൽ ധാരണകളെയും പൂർണ്ണമായി വെല്ലുവിളിച്ചുകൊണ്ട് ആവശ്യമെന്ന് കരുതുന്നിടത്തോളം കാലം അറബ് ഭൂമികളിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുമെന്നാണ് നെതന്യാഹുവിന്റെ കടുംപിടുത്തം. എന്നാൽ ഇസ്രയേൽ ഒന്ന് ചിന്തിച്ചാൽ നന്ന്. തങ്ങൾ അടിച്ചമർത്താൻ നോക്കുന്ന ലെബനൻ ഒട്ടും ഒറ്റയ്ക്കല്ല. ശത്രുവിന്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി കണ്ടും കൊടുക്കേണ്ടിടത്ത് ശക്തമായി കൊടുത്തും സമാനതകളില്ലാത്ത പോരാട്ടങ്ങളുടെ സ്വന്തം അവകാശങ്ങൾ പോരാടി പിടിച്ചടക്കിയ ചരിത്രമുള്ള ഇറാനാണ് അവർക്കൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ പോലും തകർത്തെറിഞ്ഞ് വിജയം കൈവരിച്ച ഇറാന്റെ ഈ അടിയുറച്ച പിന്തുണ ലെബനന് പിന്നിലുള്ളപ്പോൾ ഇസ്രായേലിന്റെ ഈ ധാർഷ്ട്യം പശ്ചിമേഷ്യയെ ഒരു വൻ സ്ഫോടനത്തിലേക്കാണോ അതോ നാണം കെട്ട മറ്റൊരു പിന്മാറ്റത്തിലേക്കാണോ നയിക്കുന്നത്? തെക്കൻ ലെബനൻ, ഗാസ, സിറിയയിലെ ഗോലാൻ മേഖലകൾ എന്നിവിടങ്ങളിൽ സൈനിക സാന്നിധ്യം അനിശ്ചിത കാലത്തേക്ക് തുടരുമെന്ന ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പുതിയ പ്രഖ്യാപനം മേഖലയിലെ സംഘർഷാവസ്ഥയെ വീണ്ടും രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും വെടിനിർത്തൽ കരാറുകളെയും വെല്ലുവിളിക്കുന്നതാണെന്ന വിമർശനമാണ് ഉയർന്നത്. തെക്കൻ അധിനിവേശ പലസ്തീനിലെ സൈനിക ഓഫീസർമാരുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കവേ സുരക്ഷാ മേഖലകൾ എന്ന പേരിൽ വിശേഷിപ്പിക്കാവുന്ന പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആവശ്യമായിടത്തോളം കാലം തുടരുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇസ്രായേൽ സൈന്യത്തെ തെക്കൻ ലെബനനിൽ നിന്ന് പിൻവലിക്കണമെന്ന അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ഇതിന് പിന്നാലെ സംസാരിച്ച ഇസ്രായേൽ കാറ്റ്സ് അമേരിക്ക ആവശ്യപ്പെട്ടാലും ദക്ഷിണ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ വന്ന ധാരണകളിൽ ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലെയും സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നും ലെബനന്റെ പരമാധികാരവും ഭൗമ അഖണ്ഡതയും സംരക്ഷിക്കണമെന്നും വ്യവസ്ഥകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തരം അന്താരാഷ്ട്ര ആഹ്വാനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അധിനിവേശം തുടരുന്നതെന്ന ആരോപണം ശക്തമാണ്. 2000-ൽ ദക്ഷിണ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യ നിബന്ധനകളൊന്നുമില്ലാതെ പിൻവാങ്ങേണ്ടി വന്ന സംഭവം ഖാനി ഓർമ്മിപ്പിച്ചു. 18 വർഷത്തോളം നീണ്ടുനിന്ന അധിനിവേശത്തിനൊടുവിൽ ശക്തമായ പ്രതിരോധ പോരാട്ടത്തിന്റെയും ജനകീയ ചെറുത്തുനിൽപ്പിന്റെയും സമ്മർദ്ദത്തിലാണ് ഇസ്രായേൽ സൈന്യം ദക്ഷിണ ലെബനൻ വിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പിന്മാറ്റം പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നുവെന്നും സൈനിക ശക്തി മാത്രം ഉപയോഗിച്ച് ഒരു ജനതയുടെ പ്രതിരോധ മനോഭാവത്തെ കീഴടക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് അത് ലോകത്തിന് നൽകിയതെന്നും ഖാനി വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ മുൻ സെക്രട്ടറി ജനറൽ ആയിരുന്ന സയ്യിദ് ഹസൻ നസ്രുള്ള 2000-ലെ വിമോചനത്തിന് ശേഷം ബിൻ ജബീലിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗവും ഖാനി പരാമർശിച്ചിട്ടുണ്ട്. ലെബനൻ മണ്ണ് അധിനിവേശ ശക്തികൾക്ക് ഒരിക്കലും സുരക്ഷിതമായ അഭയ കേന്ദ്രമാകില്ലെന്നും ചെറുത്തുനിൽപ്പിന്റെ ആത്മാവ് ഇന്നും അതേ ശക്തിയോടെ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ നിലവിലെ നയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ 2.5 പതിറ്റാണ്ട് മുമ്പ് സംഭവിച്ച ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന ശക്തമായ സൂചനയും ഖാനി നൽകിയിട്ടുണ്ട്. പ്രതിരോധ സഖ്യങ്ങളുടെ പിന്തുണയും മേഖലയിലെ മാറുന്ന ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ദക്ഷിണ ലെബനനിലെ സൈനിക സാന്നിധ്യം തുടരാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം പ്രതീക്ഷിച്ചതിലും വലിയ സുരക്ഷാ വെല്ലുവിളിയിലേക്ക് നയിക്കുമെന്നാണ് മേഖലാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഖാനിയുടെ മുന്നറിയിപ്പ് വെറും രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഭാവി സംഘർഷങ്ങളുടെ സൂചനയായും പലരും വിലയിരുത്തുകയാണ്. വെടിനിർത്തൽ കരാറുകൾ നിലവിലുണ്ടായിരുന്നിട്ടും തെക്കൻ ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിലും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായി ലെബനൻ അധികൃതർ പറയുന്നു. മാർച്ച് മാസം മുതൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായും നിരവധി കുടുംബങ്ങൾ ഭവനരഹിതരായതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം തുടരുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. തുടർച്ചയായ നയതന്ത്ര ചർച്ചകളും വെടിനിർത്തൽ ധാരണകളും അപ്രസക്തമാക്കിക്കൊണ്ട് തങ്ങളുടെ തന്ത്രപരമായ താൽപര്യങ്ങൾക്കായി അറബ് മണ്ണിൽ അധിനിവേശം തുടരാനുള്ള ഇസ്രായേലിന്റെ കടുംപിടുത്തം പശ്ചിമേഷ്യയെ കൂടുതൽ പ്രവചനാതീതമായ നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരം ഇത്തരത്തിൽ ലംഘിക്കപ്പെടുമ്പോൾ
കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ ശക്തമായ ഇടപെടലുകളുടെ ലെബനന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി മുന്നോട്ട് വരണമെന്ന ആവശ്യം ലോകമെമ്പാടും ശക്തമാകുന്നുണ്ട്. വിദേശ സൈന്യത്തിന്റെ അധിനിവേശത്തോട് ലെബനനിലെ പ്രാദേശിക ജനതയോ പ്രതിരോധ ഗ്രൂപ്പുകളോ ഒരിക്കലും ഒത്തുതീർപ്പിന് തയ്യാറാകില്ലെന്നും മണ്ണിൽ നിന്നുള്ള അവസാനത്തെ ശത്രു സൈന്യത്തെ പുറത്താക്കും വരെ അവരുടെ ചെറുത്തുനിൽപ്പ് കൂടുതൽ ശക്തമായി തുടരുമെന്നുമാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഇസ്രയേലും, മറുവശത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്ന ഇറാനും പ്രതിരോധ സഖ്യങ്ങളും അണിനിരക്കുമ്പോൾ വരും ദിവസങ്ങൾ അതീവ നിർണായകമാണ്. ലോകരാജ്യങ്ങളുടെയും നയതന്ത്ര ശക്തികളുടെയും ശക്തമായ ഇടപെടലുകൾക്ക് വഴങ്ങി ദക്ഷിണ ലെബനനിലെയും സിറിയയിലെയും മണ്ണിൽ നിന്ന് ഇസ്രയേൽ ഒടുവിൽ പിന്മാറാൻ തയ്യാറാകുമോ? അതോ ഇരുപക്ഷത്തിന്റെയും വാശിയിൽ പ്രദേശം ഭീകരമായ ഒരു സർവനാശ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി ലോകം ശ്വാസം അടക്കിപ്പിടിച്ച് ഉറ്റുനോക്കുന്നത്.